പ്രശ്നങ്ങൾ നമുക്കുമേരെ വന്നിട്ടുണ്ട്, ഇനിയും വരാം. മുൻകഴിഞ്ഞു പോയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് വരിക. സഭയുടെ വളർച്ച മുതൽ ഇന്നും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയ അനന്തരം കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും അനേകയിടങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ, അനേക ഗ്രാമങ്ങളിൽ, അനേക വ്യക്തികളിൽ ദൈവരാജ്യ സംബന്ധമായിട്ട് പുറകിൽ നിന്ന് പ്രവർത്തിച്ച് കർത്താവിൻ്റെ നാമത്തെ ശ്രേഷ്ഠതയോടെ അനേകയിടങ്ങളിലേക്ക് ഉയർത്തിയെടുക്കുന്ന ഒരു ഘടകമാണ് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളാകട്ടെ, തൻ്റെ ജീവിതമാകട്ടെ, സകല മേഖലയിലും തൻ്റെ ബലഹീനതകളെക്കുറിച്ച് എഴുതി വയ്ക്കുന്നിടത്തെല്ലാം അശക്തൻ, ബലഹീനൻ, പീഡയേൽക്കുന്നവൻ, കഴിവില്ലാത്തവൻ, രോഗി, അല്ലെങ്കിൽ തനിക്ക് വരുന്ന വിവിധ പ്രതിസന്ധികൾ, ഇതിനെല്ലാം നടുവിൽ താൻ മാനുഷികമായിട്ട് താൻ അശക്തനായി തീരേണ്ടി വന്നിട്ടും താൻ ദൈവശക്തിയിൽ ബലഹീനനല്ല എന്നുള്ള വലിയ ആഴമേറിയ തൻ്റെ സ്വയസാക്ഷ്യം നമ്മയൊക്കെ എഴുതി അറിയിക്കുന്നതിൽ പൗലോസിന് ദൈവം വലിയ വെളിപ്പാട് കൊടുത്തു. പൗലോസ് പീഡകൾക്കകത്ത്, കാരാഗൃഹത്തിൻ്റെ ഇരുണ്ട മുറിക്കകത്ത് സുവിശേഷത്തിൻ്റെ ദൗത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ നടുവിൽ അലസനായിട്ടല്ല, ദൗത്യങ്ങൾ മറന്നവനായിട്ടല്ല, മാറിപ്പോയവനായിട്ടല്ല, കഷ്ടതകൾ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവനായിട്ടല്ല, ആ ദൗത്യം ഉത്സാഹത്തോടെ തുടരുന്ന വേളയിലും നീറുന്ന കഷ്ടതയിലും എഴുതി വച്ച ആത്മീയ വെളിപ്പാടുകളാണ് നമുക്ക് തിരുവചനമായിട്ട് കർത്താവ് സമ്മാനിച്ചിരിക്കുന്നത്. ആ തിരുവചനത്തിലൊരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ആ 19-ാം അധ്യായം ഒന്ന് പ്രാർത്ഥനയോടൊന്ന് വിലയിരുത്തിയാൽ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കും ഈ ആത്മാവിൻ്റെ ശക്തി, അതിൻ്റെ ഉദ്ദേശം എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യമാകുവാനിടയായിത്തീരും. അതിനകത്ത് രണ്ട് കാര്യം ക്രിസ്തു സംബന്ധമായിട്ട് നമുക്ക് എടുത്തു പറയാൻ രണ്ട് സന്തോഷവാക്കുകളുണ്ട്. 19:17 കർത്താവ് യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. പിന്നീട് 20-ാമത്തെ വാക്യം ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. അപ്പോൾ ഈ തിരുവചനത്തിനകത്ത് ഏറ്റവും സന്തോഷകരമായ വാചകം മഹിമപ്പെട്ടു, കർത്താവിൻ്റെ നാമം. 2, ദൈവവചനം പരന്നു പ്രബലപ്പെട്ടു. മഹിമപ്പെടുകയും വചനം പരക്കുകയും പ്രബലപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ എതിരാളികളുണ്ട് എന്നുള്ള കാര്യം ഈ പുസ്തകത്തിലുണ്ട്. എതിരുകൾ, കൊന്നുകളയുവാൻ കച്ച കെട്ടിയിറങ്ങിയവർ, പട്ടണത്തെ മുഴുവൻ കലഹം കൊണ്ടിളക്കിയവർ, പൗലോസിനെ കൈ കിട്ടിയാൽ നിഷ്ഠൂരം വധിച്ചു കളയാൻ ചട്ടം കെട്ടിയവർ. അതിൻ്റെ നടുവിലാണ് പൗലോസ് സധൈര്യം പരിശുദ്ധാത്മാവിൽ തൻ്റെ പ്രേക്ഷിത വേല ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കുമേരെ വന്നിട്ടുണ്ട്, ഇനിയും വരാം. മുൻകഴിഞ്ഞു പോയ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നാം തകർന്നവരായിട്ടല്ല, അതിലും നാം ജയാളികളായി മാറിയിട്ടുണ്ട്. കാരണം നാം ജയാളികളായത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മൾ വ്യാപരിച്ച ദൈവശക്തിയുടെ ബലം കൊണ്ടാണ്. ഈ 19-ാം അധ്യായം അതുതന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും ഇതിൻ്റെ ആ ഉൾചരിത്രത്തിലേക്ക് വരുമ്പോൾ, ഒരു സാരാംശത്തിലേക്ക് വരുമ്പോൾ, അപ്പൊല്ലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ കൊരിന്തിൽ തൻ്റെ പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൊക്കെ പ്രേക്ഷിത വേല ചെയ്ത് അങ്ങനെ എഫെസോസിലെത്തുകയാണ്, ഒരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പട്ടണത്തിലേക്ക് പൗലോസ് പ്രവേശിച്ച് എഫേസ്യ പുരുഷന്മാരെ കാണുമ്പോൾ അവരോട് പൗലോസ് ചോദിക്കുന്നത് ആ ദേശത്തിലെ പട്ടണത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചല്ല, പട്ടണത്തിലെ എന്തെങ്കിലും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചല്ല, പട്ടണത്തിൽ
എന്താണ് പ്രബലമായി സമ്പാദിക്കുവാനുള്ള ഉറവിടം എന്നുള്ളതല്ല, എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചല്ല എഫെസോസിൽ പൗലോസ് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അപ്പോൾ മറുപടി പൗലോസിനെ അതിശയപ്പെടുത്തിയ മറുപടിയാ, പരിശുദ്ധാത്മാവ് അതെന്താ, ഞങ്ങൾക്ക് അറിയത്ത് പോലുമില്ല. നിങ്ങൾ സ്നാനപ്പെട്ടോ? അവർ പറഞ്ഞു സ്നാനപ്പെട്ടു, അത് യോഹന്നാന്റെ നാമത്തിൽ ഞങ്ങൾ സ്നാനപ്പെട്ടു. അപ്പോൾ സ്നാനവും പരിശുദ്ധാത്മാവ് പോലും വേണ്ട വിധത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയാത്ത അജ്ഞതരായ ഒരു കൂട്ടം എഫെസോസിലെ ആത്മീയ ദാരിദ്ര്യമുള്ളവരെ ആത്മീയ ധനവാന്മാരാക്കാനുള്ള പൗലോസിൻ്റെ നിയോഗങ്ങളെയാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രമാണമനുസരിച്ച് സ്നാനപ്പെടുത്തി ഒരു പുതിയ ആത്മീയ പ്രകാശമുള്ളവരാക്കി അവരെ മാറ്റിയെടുക്കുന്ന അതുല്യ നിമിഷങ്ങളെയാണ്, ചരിത്രങ്ങളെയാണ് ഈ അധ്യായം നമുക്ക് സമ്മാനിക്കും. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ഈ പ്രേക്ഷിത വേല അങ്ങനെ ചെയ്യുമ്പോൾ എക്കാലത്തും അങ്ങനെയാണല്ലോ, നമ്മൾ ആത്മാവിൽ ഉത്തമ ലക്ഷ്യത്തോടെ ആലയ കെട്ടുപണികൾക്ക് വേണ്ടി ദേശത്തെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ നീതിയുള്ള മനസ്സോടെ പരമാർത്ഥ മനസ്സോടെ സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ ആവശ്യമില്ലാത്ത വെറുതെയുള്ള ശത്രുക്കൾ ഒരു കാര്യമില്ലാതെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ എഴുന്നേറ്റ് വരും. പക്ഷെ അവിടെ തളരാതെ നിൽക്കുക, കാരണം ഈ വേല കർത്താവ് ഏൽപ്പിച്ച വേലയാണ്. അങ്ങനെ പൗലോസ് തൻ്റെ മേൽ വ്യാപരിച്ച ആത്മശക്തിയാൽ അനേക അടയാളങ്ങൾ കാണിക്കുന്നു. 3 മാസത്തോളം പ്രാഗൽഭ്യത്തോളം അവിടെയുള്ള തുറന്നോസിൻ്റെ പാഠശാല 2 വർഷം ദിനംപ്രതി, നോക്കിക്ക് 2 വർഷം ദിനംപ്രതി ആ വേദ പാഠശാലയിൽ ദൈവരാജ്യത്തെ തെളിയിച്ചു കൊടുക്കുകയാണ്. വാദപ്രതിവാദങ്ങളാണ്. ആ വാദപ്രതിവാദം തളരാതെ 2 വർഷം അവിടെ തെളിയിച്ച് കൊടുക്കുക മാത്രമല്ല, അനേകർ വിശ്വസിച്ചു. അതുമാത്രമല്ല, പൗലോസ് അവിടെ അനേകർ രോഗികളെ സൗഖ്യമാക്കിയ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില വ്യക്തികൾ പൗലോസിന് നേരെ എഴുന്നേൽക്കുകയാണ്. ദുരാത്മാവുള്ളവർ ഒക്കെ അവിടെ പ്രകടപ്പെടുകയാണ്. അവരവിടെ ദൈവത്തിൻ്റെ ആ ശക്തി തിരിച്ചറിഞ്ഞ് അവരവിടെ തകരുകയാണ്. ദുരാത്മാവിൻ്റെ തകർച്ചകൾ, രോഗികളുടെ സൗഖ്യങ്ങൾ, ആ തുറന്നോസിൻ്റെ പാഠശാല ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ആ ദൈവിക വെളിപ്പാടുകൾ, ഇങ്ങനെയുള്ള ദൈവപ്രവർത്തിക്കകത്ത് ആ പട്ടണം, എഫെസോസ് പട്ടണം ദൈവത്തിങ്കിലേക്ക് അടുക്കുകയാണ്. പിന്നീട് നാം വായിക്കുന്നത് അർത്തിമിസ് ദേവിയുടെ ആരാധനക്കാർ, വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരൊക്കെ ഇളകി പൗലോസിനെ തകർക്കുമെന്ന് പറയുമ്പോൾ അവിടെ താനൊരു യഹൂദനെന്നറിഞ്ഞിട്ട് അവിടെയൊക്കെ പൗലോസിനെ കർത്താവ് രക്ഷിക്കുകയാണ്. താന് അവിടെ നിന്നും തൻ്റെ പ്രേക്ഷിത വേലയിലേക്ക് പോവുക. നോക്കണം, ഒരു പട്ടണത്തിൽ വന്ന് എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ച് അവിടെ പൗലോസ് ഏൽപ്പിച്ച അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്ത് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകുന്ന ആ ദൈവത്തിന് നിലയ്ക്കാത്ത മാറാത്ത ആത്മപ്രവൃത്തികൾ നമുക്ക് ഇവിടെ വായിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 19-ാം അധ്യായം നിലയ്ക്കാത്ത, നിന്നുപോകാത്ത, ദൈവം ഏൽപ്പിച്ച, ദൈവം തന്നിരിക്കുന്ന ഒരു വേലകളും ഒരു ശുശ്രൂഷകളും ഒരിക്കലും ഒന്നിനാലും നിലച്ചു പോകില്ല, തകർന്നു പോകില്ല. ആർക്കും അതിനെ തടുക്കുവാൻ കഴിയത്തില്ല. ആരെല്ലാം അതിനു നേരെ എഴുന്നേറ്റാലും പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യങ്ങൾ ജയത്തോടെ ചെയ്യിപ്പിക്കുമെന്നുള്ള പ്രചോദിതമായ വാക്കുകൾ ഈ അധ്യായത്തിലുണ്ട്. അതൊന്നുകൂടെ വായിച്ച് ബലപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപ നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ.